ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിതാ രാവിലെ പുലർച്ചെ തന്നെ നമ്മൾ അമ്പലത്തിൽ പോവാണ്. കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പെൻഡിങ് വെക്കുന്നത് മോശമാണല്ലോ. നമ്മൾ ദൈവത്തിനുള്ളൊക്കെ കൊടുക്കണ്ടേ നമ്മൾ. അപ്പോൾ കാളിമലർക്കാവെന്ന് പറഞ്ഞൊരു അമ്പലം ഉണ്ട് ഇരിങ്ങാലക്കുട ഭാഗത്ത്. അപ്പോൾ അവിടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാഞ്ഞാടി ഭാഗത്തൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അമ്പലത്തിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. പോട്ടെ, രാവിലെ തന്നെ അങ്ങടാണ് സവാരി. വീടിൻ്റെ ഉമ്മർത്തന്നെ നല്ലൊരു ഭംഗിയുള്ള കൃഷ്ണനെ വരച്ചുണ്ടോ. നമ്മളിതാ സ്പോട്ടിലെത്താറായിട്ടുണ്ട്. കൃഷ്ണനെ വരച്ചില്ല, കൃഷ്ണന്റെ ഒരു ഇതാണ്. നമ്മളിതാ സ്പോട്ടിലെത്തി ഗൈസ്. അമ്പലം ഇതാണ് കേട്ടോ, അമ്പലം കാളിമലർക്കാവ്. ഇത് കണ്ടോ, കാണാണ്ടോ, ഇവിടെ വണ്ടി ഇടേണ്ട വരും. നമ്മളങ്ങനെ എത്തി. അങ്ങനെ നമ്മളിതാ തൊഴുതിറങ്ങി. ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ അമ്പലത്തിൽ തൊഴുമ്പോൾ. എനിക്ക് എല്ലാ അമ്പലങ്ങളും ഇങ്ങനെ തൊഴുത് വരുമ്പോൾ ഇങ്ങനെ ഒരു എനർജി കിട്ടാറുണ്ട്. നമ്മൾ എന്തൊരു വിഷമമുണ്ടെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ ഏത് ഭഗവതിയോടാണെങ്കിലും ശ്രീനോടാണെങ്കിലും അമ്മയോടാണെങ്കിലും എന്ത് പറഞ്ഞാലും നമുക്ക് എനിക്ക് മാറ്റി തരാറുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെയുള്ളൊരു ഫീലാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കാളിമലർക്കാവിൽ വന്നിട്ട് കുറച്ച് നാളായി. ഞാൻ ബിഗ് ബോസിൽ പോയിട്ട് മുമ്പൊക്കെ വന്ന് തൊഴുത് പോയതാണ്. അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോഴാണ് വരുന്നത്. അമ്മേരുടെ അടുത്ത് എല്ലാ സങ്കടങ്ങളും പറയുകയും ചെയ്തു. അതുപോലെ തന്നെ ശിവദാസ് എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് അവിടെ പൂജിക്കലും കാര്യങ്ങളൊക്കെ അമ്മേനെ. അപ്പോൾ നമ്മൾ ആ ശിവദാസ് ചേട്ടനെ നമുക്ക് കാണാൻ പറ്റി, അനുഗ്രഹം മേടിക്കാൻ പറ്റി. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. നമുക്ക് ആ ഇങ്ങനെ ഒരു വ്യക്തിനെ നമ്മൾ കണ്ടിട്ട്, ഞാൻ പണ്ടൊക്കെ കണ്ടിട്ടുണ്ട്, നമുക്ക് നേരിട്ട് സംസാരിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സംസാരിച്ചു. നമ്മൾ ഇങ്ങനെ അതാ ഒരു എന്താ പറയുക, അതന്നെ ഞാൻ ലൊക്കേഷൻ ഇട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ സംസാരിക്കുമ്പോൾ നോക്കിയതാ കേട്ടോ, ഈ വഴി തന്നെ. അപ്പോൾ നമ്മൾ അവിടുന്ന് പായസം എന്താ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കാളിമലക്കാലമ്മയുടെ കടും പായസം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചിരട്. കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട്, നന്ദന കൈമത്ത് ചിരട് എന്താ അയക്കാത്തേന്ന്. ഞാൻ ചിരട് അയക്കാറില്ല. എൻ്റെ ഒരു വിശ്വാസമാണ്, ഞാൻ കിട്ടിയ ചിരട് അങ്ങനെ അയക്കാറില്ല. ബിഗ് ബോസിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചിരട് അയക്കണം എന്നുള്ളത്. പക്ഷെ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ പൂജിച്ച ചിരടൊന്നും അങ്ങനെ അയച്ച് കളയാറില്ല. എനിക്ക് ഭയങ്കര നല്ല ഡ്രസ്സൊക്കെ ഇടുമ്പോൾ വയ്ക്കും, അതിനാ ചിരടൊന്നും ഒഴിവാക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റും കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് ഷൂട്ടിനൊക്കെ പോകുമ്പോൾ. പക്ഷെ ഞാൻ അത് ചെയ്യില്ല. എൻ്റെ ഒരു വിശ്വാസമാണ്, നമ്മളിങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കൂടെ എല്ലാ ദൈവങ്ങളുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് കേട്ടോ. ചിലവർക്ക് ആ വിശ്വാസം ഉണ്ടാവില്ല. ഞാൻ ആരും എന്താ പറയുക, ഇത് വിശ്വസിക്കണം നിങ്ങളത് വിശ്വസിക്കണം എന്നൊന്നും പറയില്ല. നിങ്ങളുടെ ഒരു വിശ്വാസമാണ് നിങ്ങൾക്ക് എന്ന് വെച്ചാൽ അങ്ങനെ തന്നെ പോട്ടെ. എനിക്ക് എൻ്റെ വിശ്വാസം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് മാത്രം. അപ്പോൾ അങ്ങനെ കാളിമലർക്കാവിൽ അമ്മയുടെ നമ്മുടെ തമ്പുരാട്ടിക്കുട്ടിയുടെ ഉത്സവമാണ് കേട്ടോ. ഉത്സവം മെയ് 5 അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ശിവദാസ് എന്ന് പറഞ്ഞ ചേട്ടൻ കണ്ടോ. കാളിമലർക്കാവിൽ അമ്മയുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ നമ്മൾ പണ്ടേ അവിടെ തന്നെ ഞാൻ വീട്ടിലൊക്കെ വെച്ചിട്ടുണ്ട്. പണ്ട് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് എല്ലാ ദൈവങ്ങളിലൊപ്പം തന്നെ ശിവനും എല്ലാവരുടെ കൂടെ തന്നെ കാളിമലർക്കാവിൽ അമ്മ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്താ പറയുക, സന്തോഷം കൊണ്ട് എനിക്കൊന്നും പറയാൻ വയ്യ. കുറേ നാളായില്ല ഞാൻ പോയിട്ട്. ഇപ്പോൾ ഒന്ന് പോയപ്പോൾ ഒരു മനസ്സിനൊരു കുളിർമ സത്യത്തിൽ. അപ്പോൾ എന്തായാലും ഇനി വീട്ടിൽ പോട്ടെ. വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് പോകണം. എന്തായാലും നാളെ വരണം. അമ്മ കുറേ കാര്യങ്ങൾ ഞാൻ ഇവിടെ എന്താ പറയുക പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനും എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും കേട്ടോ എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ ദൈവങ്ങളെ വിളിച്ച് എൻ്റെ അച്ഛനെയൊക്കെ വിളിച്ച് ഞാൻ സാധിപ്പിച്ചെടുക്കാറുണ്ട്. അപ്പോൾ നാളെ എന്തായാലും വരണം. നമുക്ക് ശിവദാസേട്ടനെ ഒന്ന് കണ്ട് ശിവദാസേട്ടൻ ആ അമ്മയുടെ അടുത്ത് ചോദിക്കും കാര്യങ്ങളൊക്കെ, നമ്മുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ കാളിമലർക്കാവിൽ അമ്മ ശിവദാസേട്ടനോട് പറഞ്ഞിട്ട് ശിവദാസേട്ടൻ നമ്മളോട് പറയാൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നോക്കട്ടെ, നാളെ വന്ന് നമ്മൾ സംസാരിച്ച് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ശരിയാക്കണം. ഓക്കെ, എന്തായാലും വീട്ടിൽ പോട്ടെ കേട്ടോ. ബായ്. നമ്മളൊരു ജ്യൂസ് കുടിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അയ്യോ, ഇപ്പോൾ തല പോയിടിച്ചല്ലേ, തല ഫ്രൈ. ജ്യൂസ് കുടിച്ച് കഴിയുമ്പോൾ ഒരു ജീരകം അവിടെ നിന്ന് വായിലിരുന്ന് നിർബന്ധം. നമുക്ക് വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഒക്കെ പോവും. ഏത് കൂടെ പോണേ വഴി തെറ്റിട്ടൊക്കെ. വീട്ടിൽ പോയിട്ട് വേണം ദോശയും കൊള്ളിയും കഴിക്കണേ. അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. നല്ല ചൂട് ആ ദോശയും കൊള്ളിയും. വാവ്, നൈസ്. അപ്പോൾ ഗൈസ് നല്ല ചൂട് അല്ലാത്ത ദോശയും കൊള്ളിയും. ചൂടൊക്കെ ഉണ്ടായിരുന്നു, പോയി ഗൈസ്, ചൂട് പോയി. കഴിച്ചു നോക്കാം. അമ്മയുടെ കൊള്ളി കഴിയും അടിപൊളി. കുറച്ച് ഉപ്പ് കൂടിയൊന്നും ഡൗട്ടില്ല, അതില്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ അമ്മയുടെ കൊള്ളിക്കറി ഫാൻ ഗേൾ മൂമെൻറ്റ്. പിന്നെ കഴിച്ചിട്ട് കുറച്ച് പണിയുണ്ട് കഴിച്ചു. ഓക്കെ, ഗൈസ് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു.
ഇനി കുറച്ച് പണിയുണ്ട്, എനിക്ക് വയ്യ. എനിക്ക് നേരത്തെ എനിക്ക് അമ്പലത്തിൽ പോയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഉറക്കം വരുന്നു. കുറച്ച് നേരം കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചു. ഉറങ്ങുമെന്നൊന്നും അറിയില്ല. മൊബൈലിൽ നിന്ന് കുത്തി കളിക്കുന്നു തോന്നുന്നുണ്ട്. ഞാനല്ലേ മുതല്. എന്തായാലും ഹോം ടൂർ ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ്, ഞാൻ കട്ടിലുമ്പോൾ കയറി കണ്ടപ്പോഴാണ് ഹോം ടൂർ കാണിച്ചു തന്നിട്ടില്ലല്ലോ നിങ്ങൾ. എൻ്റെ വീട് ഇപ്പോൾ താമസിക്കുന്ന വീട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലല്ലോ അല്ലേ? കാണിച്ചു തരാം കേട്ടോ. ഹോം ടൂറും ഫുള്ളായിട്ട് കുറച്ചും കൂടി ഒന്ന് സെറ്റ് ആവാനുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊള്ളിക്കും നമ്മൾ. അപ്പം എന്തായാലും ഞാൻ ഒന്ന് ഉറങ്ങട്ടെ ഗൈസ്. വരാം, ഉറങ്ങി കഴിഞ്ഞിട്ട് വരാം. ഓക്കെ ഗൈസ്, എൻ്റെ അമ്മ അവിടെ നിന്ന് താണ്ഡവം ആടി വരുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടു. അടിച്ചു വാരി തുടച്ചതെന്ന് പറഞ്ഞാൽ ആ താണ്ഡവം എൻ്റെ നെഞ്ചത്താടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കാരണം അടിച്ചു വാരാൻ ചൂലും കൊണ്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. വരുന്ന സമയം കൊണ്ട് അടിച്ചു വാരണ പോലെ അഭിനയിക്കാം. അപ്പോൾ പറയാം തുടങ്ങിയിട്ടുണ്ടല്ലോ എന്നെങ്കിലും വിചാരിക്കില്ലോ. നമുക്ക് നോക്കാം. എത്തേണ്ടൊന്നുമില്ല. ശാരദ എത്തട്ടെ കേട്ടോ. ഓക്കെ ഗൈസ്, അങ്ങനെ അമ്മ വന്നിട്ടുണ്ട് ഗൈസ്. അടിച്ചു വാരി പകുതി എത്തുമ്പോഴേക്കും ശാരദ എത്തി. എന്താ മുതല് ഇത്രയും കഷ്ടപ്പെട്ട് ഞാനിവിടെ അടിച്ചു വാരി തുടച്ചിട്ടും എൻ്റെ അമ്മ ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. അടിച്ചു വാരിട്ടിട്ടും എൻ്റെ അമ്മ ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. ഉത്തരവാദിത്തമില്ലാത്ത എൻ്റെ അമ്മ അല്ലേ? ഒരു പാവം കുട്ടി തുടക്കിയില്ലേ എന്നുള്ളൊരു ചിന്ത എൻ്റെ അമ്മയ്ക്കില്ല. എന്താ ചെയ്യുക, പണ്ട് മുതൽ എൻ്റെ അമ്മ ഇങ്ങനെ ഗൈസ്. എപ്പോഴെങ്കിലൊക്കെ വരികയാവും. പാപ്പു പ്രതീക്ഷിച്ച് ഞാൻ ഇരിക്കുക. നമുക്ക് അമ്മമാരെന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ കാത്തിരിക്കില്ല. ഞാൻ ഭയങ്കര അതിൻ്റെ ഒരാളാട്ടോ. ഞാൻ അങ്ങനെ അമ്മ എന്താ കൊണ്ടുവരണേന്ന് കാത്തിരിക്കും. നോക്കട്ടെ എന്തൊരു കൊണ്ടുവരണേന്ന്. അല്ല കൊറിയറിൻ്റെ സാധനം എനിക്ക് തന്നെ അപ്പെട്ടി പറയും, കഴിച്ചോളം പറയും. എന്താ ചെയ്യുക, അത്ര വലിയ ഭയങ്കരയാണ് എൻ്റെ അമ്മ. തുടക്കട്ടെ. അടിച്ചു വാരി ക്ഷീണിച്ചു കഴിഞ്ഞാൽ തുടക്കും കൂടി വേണം. എന്താ ഒരു അവസ്ഥ അല്ലേ? എന്തെയും പറഞ്ഞിരിക്കാൻ നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ എനിക്ക്. തുടക്കട്ടെ കേട്ടോ. അടിച്ചു വാരി തുടച്ചിട്ട് എൻ്റെ അമ്മേനെ കാണാനില്ല. ഇനി ഞാൻ നോക്കിയിരിക്കില്ല, ഞാൻ പോവാം. എനിക്ക് ഇനി ഉറങ്ങണം. ഞാൻ അടിച്ചു വാരി തുടച്ചില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ മേക്കിട്ട് കയറാൻ വരില്ലല്ലോ. നല്ല പിന്നെ അല്ലേ? ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ ഗൈസ്. എന്നിട്ട് വന്നെങ്കിൽ ഞാൻ ബെല്ലടിച്ചെങ്കിൽ മാത്രമല്ല ഉറങ്ങും. ബെല്ലല്ലെങ്കിൽ കുറച്ച് നേരം അവിടെ നിൽക്കട്ടെ. അപ്പം എനിക്ക് കേൾക്കും. അപ്പം അടിച്ചു വാരി തുടക്കാനായിട്ട് കൂടുതൽ അവിടെ കേൾക്കും. എൻ്റെ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കണം. മറ്റേ ചെടികളെന്ന് പറയാനൊന്നുമില്ല. ഈ ഫ്ലാറ്റിൻ്റെ എന്താ അതിൻ്റെ പറയുക, മണി പ്ലാന്റ്, ഒരു തുളസി ഉണങ്ങിപ്പോയി പാവം തുളസി. അപ്പം അതിനൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കിടന്ന് ഉറങ്ങും. അതാണ് ഇന്നത്തെ എൻ്റെ പരിപാടി. ഓക്കെ. അത് മാത്രമല്ല, നമ്മളെന്തോ നമ്മുടെ പുല്ലഴിയിൽ മറ്റേ പ്രസീത ചാലക്കുടി എന്ന് പറഞ്ഞൊരു ചേച്ചി ഞങ്ങളില്ലേ, ആ ചേച്ചി എന്തോ നാടൻ പാട്ടൊക്കെ ഉണ്ട്. അത് കാണാൻ പോകണമെന്നുണ്ട്. പറ്റിന് പോവും, ഇല്ലെങ്കിൽ പോകില്ല. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഒന്ന് ചെറുതായിട്ട് വീഡിയോസ് ഒക്കെ എടുക്കാം അല്ലേ? ഞാൻ അമ്പലത്തിൽ പോയി ഇത് മാത്രം എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അമ്പലത്തിൽ പോയി കുറച്ചുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ നിങ്ങൾക്ക് ബാക്കി കൂടി കാണിക്കാമല്ലോ എന്ന് വെച്ച് ഞാൻ ഫുൾ വീഡിയോ എടുത്തേ. എന്തായാലും ഫുൾ വീഡിയോ കാണിക്കാം. എന്താ ഗെറ്റ് ഔട്ട് മൈ ഹൗസ്. ഫോട്ടോ അവിടെ ഇല്ലേ അന്ന് ഗൈസ് മുതല്. എന്നിട്ടാ കൊറിയറൊക്കെ വന്നാ ഇതിലല്ലാണ്ടെന്ന് പറഞ്ഞാ മറ്റേ സാധനം മറ്റേതില്ലല്ലോ. എന്താ സ്റ്റാൻഡൊക്കെ ഓർഡർ ചെയ്തത്? പൈസ എത്ര കൊടുത്തല്ലോ? 5 പറഞ്ഞാ? അത് 5 പൈസ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കൊടുത്തിട്ടില്ല. ഇതിന് ഞാൻ കൊടുത്തു. എന്തിട്ടൊക്കെ പറയണ്ട അമ്മൂമ്മ. അത് ഇതൊക്കെ അവളവിടെ അവളുണ്ടായില്ലേ? അവളാ എടുത്തിട്ട് വരാൻ ദുർജയ തന്നെ ഗൈസ്. ഒന്ന് വന്നങ്ങനെ ബിറുന്ന് നിൽക്കും ഈ വീട്ടില്. ശല്യം. റോസി വീട് ഇഷ്ടമായിരിക്കും. റോസി ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പൊക്കോളും. അങ്ങനെ പൊട്ടിക്കല്ലേ അങ്ങനെ തന്നെ അവർക്ക് അയച്ചു കൊടുക്കാനുള്ളതാ. എന്തിന് എന്താ കുഴപ്പം നോക്കണ്ടേ? അങ്ങനെ തന്നെ അയച്ചു കൊടുക്കാനുള്ളതാണ്. സാധനം കൊറിയർ വന്നിട്ടോടാ. ഇവര് പറയും തിരിച്ചയക്കാനുള്ളതാണ്. ഞങ്ങൾ 3 ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ട്. ഇനി വരാനുണ്ടല്ലോ ഫ്രിഡ്ജിന്റെ ഒക്കെ ഇവിടെ. അതല്ല ഫ്രിഡ്ജിന്റെ അപ്പോ മേശയുടെ 3 മേശയുടെ അത് പൊളിച്ച 3 മേശയുടെ 5 വന്ന കൊറിയർ. പുണയിക്കണ സാധനത്തിനൊക്കെ ഒരു സാധനം മേടിച്ചിട്ടുണ്ട്. അങ്ങനെ വെക്കണത് എന്തൊക്കെയോ. ഇത് ദിവാൻ സോഫ സെറ്റ് വെക്കി. അതൊക്കെ ഇട്ടിട്ട് ഞാൻ ഹോം ടൂർ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാണിക്കാട്ടോ. ഇതൊക്കെ മുറിക്കണമോ? വന്നതും അമ്മ ചോറിനാനുള്ള പപ്പടം കാച്ചുന്നു. പരിപ്പ് മുരിങ്ങക്കായി മാങ്ങി കൂട്ടാനുണ്ട്. എല്ലാം ചെയ്യാണ് എൻ്റെ അമ്മ. ഇരട്ടിപ്പണി. കൊറിയർ വന്നേലേ എന്നിട്ടില്ല നമ്മ
ഫ്രിഡ്ജും വയ്ക്കണ സാധനം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കരഞ്ഞോണ്ടിരിക്കുകയാണ്. അവള് പറഞ്ഞു വന്നിട്ട് വിളിക്കാം, അവള് തിരക്കിലാണ്. ഞാൻ ചെക്ക് ചെയ്ത് പോയിട്ടുണ്ടോ സ്മൂത്തി കളിക്കാം. എൻ്റെ സ്മൂത്തി ഞാൻ സ്മൂത്തി കുടിക്കുള്ളൂ. എനിക്കറിയില്ല, ഞാൻ വന്നിപ്പോൾ ഇരിക്കണ്ടായിരുന്ന സ്പൂണാണ്. ഞാൻ സ്മൂത്തി കുടിക്കട്ടെ കേട്ടോ, അമ്മ ചോറുണ്ടോട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ ആ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന ചിരടൊക്കെ കെട്ടി നല്ല ഭസ്മത്തിൻ്റെ മണക്കിണ്ട് കേട്ടോ, നല്ല മണം. അപ്പോൾ നമുക്ക് ഞാൻ ഒരു 6 മണിയാകുമ്പോൾ പരിപാടി തുടങ്ങും. അപ്പോൾ അതിന് പോകണം. അമ്മ വരുന്നുണ്ടെന്നൊക്കെ പറയണു. ഇപ്പോൾ ആ സമയത്ത് വാക്ക് മാറ്റുമെന്നറിയില്ല. എൻ്റെ അമ്മ അങ്ങനെയാണ്, ഇടയ്ക്ക് വാക്ക് മാറ്റുന്നൊരു കുട്ടിയാണ്. നമ്മൾ ആ പരിപാടിക്ക് പോകണമെങ്കിൽ ആ വീഡിയോ കാണിക്കാം. ഓക്കെ, പോകുന്നില്ലെങ്കിൽ ഇതോടുകൂടി ബ്ലോഗ് അവസാനിക്കുന്നതായിരിക്കും. അല്ല പോവും. നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞതാ. ശബ്ദം ശരിയല്ല തോന്നുന്നു. ഇപ്പം എനിക്കുള്ളൂ ഞാൻ എനിക്കിപ്പോൾ തന്നെ ഞാൻ ഇപ്പോൾ 6 മണിക്ക് മുമ്പായിട്ട് ഇപ്പോൾ ഒരു ദിവസം തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ ഭക്ഷണം കഴിക്കാനുള്ള പ്ലാനുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ സ്മൂത്തിയുടെ അടിക്കാനായിട്ട് വെച്ചേക്കാണ് കേട്ടോ. അടിക്കട്ടെ. ഞാൻ സ്മൂത്തി ഇപ്പോൾ വെള്ളത്തിലാണ്. എനിക്കങ്ങനെ പാലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. അത് കാരണം ഞാനിപ്പോൾ വെള്ളത്തിലാണ് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്. ഞാൻ ഈ സ്മൂത്തിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഡയറ്റ് ഉള്ള പ്ലാനിൻ്റെ ആൾക്കാരൊക്കെ 6 മണിക്ക് മുമ്പ് ഇത് കുടിക്കുകയാണെങ്കിൽ വിശപ്പ് അങ്ങനെ വരില്ല. ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾ. ഓക്കെ, ഞാനത് ഉണ്ടാക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ സ്മൂത്തി റെഡിയായി. നമുക്കൊന്ന് കുടിച്ച് നോക്കാം. തണുപ്പിച്ച് അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് കുടിക്കാനായിട്ട് മുമ്പ് കുറച്ചും കൂടി നേരം ഫ്രിഡ്ജിൽ വയ്ക്കണം. വെള്ളത്തിലടിക്കുമ്പോൾ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. ഓട്സിട്ട കാരണം പിന്നെ എല്ലാം ഒരേ ടേസ്റ്റിന് തോന്നുന്നു. അപ്പോൾ ഗൈസ് സ്മൂത്തി കുടിച്ച് വിശപ്പ് മാറാത്ത കാരണം ഞാൻ കുറച്ച് എനിക്ക് മധുരത്തിനോട് അധികം മീൻസ് ആയില്ല ഞാൻ ഡേറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ഒരു മധുരത്തിൻ്റെ ഒരു കുത്ത് എനിക്ക് പൊതുവെ ഇഷ്ടമല്ല. ഞാൻ പിന്നെ വണ്ണം കുറയ്ക്കണമെന്ന് വെച്ചിട്ട് ഞാൻ കുടിക്കണമെന്ന് നോക്കാം. ഞാനൊരു മാഗി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. 6 മണിക്ക് മുമ്പായിട്ട് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, 6 മണിക്ക് മുമ്പാണ് ഇതൊക്കെ കഴിക്കേണ്ടത്. സമയം 5:55 മാഗി ഉണ്ടാക്കി കഴിഞ്ഞില്ലെങ്കിൽ 6 മണിക്ക് മുമ്പ് കഴിഞ്ഞില്ലെങ്കിൽ ദിൽവാലെ കുസ്നേക്കുക ഗൈസ്. അപ്പോൾ 7 മണിക്ക് മുമ്പാക്കാം അല്ലേ? ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം ചേച്ചി വരുന്നുണ്ട്. നമുക്ക് ആ നാടൻപാട്ട പരിപാടിക്ക് പോകാൻ. കോട്ടയം ഡ്രസ്സൊന്നും മാറണ്ടല്ലോ എന്ന് ആലോചിക്കാം. ഞാൻ ഇതിനിട്ട് പോയാൽ മതില്ലേ? ആര് കാണാനാ? മാസ്ക് ഒക്കെ ഇട്ട് ആര് മനസ്സിലാക്കാൻ തന്നെ. ഓക്കെ, പോട്ടെ ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മളിത് ആ പരിപാടി സ്ഥലത്തെത്തി. അപ്പോൾ ജയശേട്ടൻ വ്ളോഗ് കാണിക്കുമ്പോൾ ജയശേട്ടൻ്റെ ഒരു ഷോ ഉണ്ട്. ആ ഷോയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ. ഞാനും അമ്മയും അടുത്ത ഷോ. ഞാൻ മാസ്ക് ഇട്ടിട്ടുള്ള ഷോയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിക്കരുത് എന്താണ് ഇങ്ങനെ മാസ്ക് ഇട്ടുകൊണ്ടിരിക്കണേന്ന്. ഞാൻ പുറത്തിറങ്ങുമ്പോൾ അങ്ങനെ മാസ്ക് ഇടാറുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇതാണ് എൻ്റെ വലിയ മോള് ജയശേട്ടൻ്റെ ഭാര്യ, അറിയാലോ. പിന്നെ അപ്പുറത്തേക്കാണ് എൻ്റെ ചേച്ചി. ഇതിഹാസമായി മാറിയ നമ്മുടെ സ്വന്തം പത്മശ്രീ വിജയൻ ഗാലറിയിൽ കളി കാണാൻ കാത്തിരുന്ന ഓരോ മനസ്സിനെയും ആവേശം മനസ്സിലാക്കിക്കൊണ്ട് പന്തിന് പുറകിൽ ഓടുമ്പോൾ ജീവിതത്തിലെ വലിയ വലിയ ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും പ്രിയങ്കനായ വിജയേട്ടൻ തൃശ്ശൂർ പെരൂരിന്റെ മാണിക്യം അദ്ദേഹത്തെ അഭിമാന പുരസ്സരം ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. പ്രൗഢഗംഭീരമായ ഈ സദസ്സിൽ നിങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചതുപോലെ തന്നെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കാനായിട്ട് ഇരിക്കുന്നു. കേരളം ജന്മം നൽകിയ ഫുട്ബോൾ താരമായി മാറിക്കൊണ്ട് തിളക്കമേറിയ സുനിബ്രോ എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എടാ നമ്മുടെ അവിടെ നല്ലത് ഞാൻ വരാന്തായാലും രണ്ട് മുത്തുകൾ ഒരുമിച്ച് വേദിയിൽ വന്ന സന്തോഷമാണ്. 2 നക്ഷത്രങ്ങൾ ഏറ്റവും ഭംഗിയായി ഈ വേദിയിൽ ഉദിച്ചുയർന്ന ഈ ആഘോഷ രാവിലാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ സന്തോഷത്തോടു കൂടി തന്നെ ഈ ഒരു നിമിഷത്തിൽ പ്രസിദ്ധീകരിച്ച പാട്ടുകൾ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഒരുപാട് സന്തോഷത്തോടു കൂടിയുള്ള ഒരു അഭിമാന നിമിഷത്തിന്റെ ഭാഗമായി കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾ കേട്ട് നിങ്ങളുടെ കണ്ണും കാതും തഴപ്പിച്ച പാട്ടുകൾ ഞങ്ങൾ പാടിയെന്നിരിക്കും. എന്നാലും ഏതെങ്കിലുമൊക്കെ പാട്ടുകൾ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ ഞങ്ങൾ പാടിത്തരാം. അറിയാത്ത പാട്ട് അറിയില്ല എന്ന് പറയാൻ നല്ല ധൈര്യമുണ്ട്. കാരണം നമ്മൾ ആരും തന്നെ 100-ൽ 100 തികഞ്ഞ നിന്നെ കാണാൻ എന്തൊരു ചന്താണ്ടി
മണിച്ചേട്ടന്റെ പാട്ടുകൾ എന്തുകൊണ്ട് വരുന്നില്ല എന്നൊരു ചോദ്യം ഉണ്ടല്ലേ? ആ പറമ്പിൽ നിന്ന് ഡാൻസ് കളിക്കുന്നവർക്ക് ഞങ്ങളുടെ ഉണ്ട് കേട്ടാ. ആയിക്കോട്ടെ, മണിച്ചേട്ടന്റെ ഒരു പാട്ട് കൊച്ചു കുട്ടികൾക്ക് വേണ്ടി എല്ലാവർക്കും അറിയണ പാട്ടാണ്, ഒന്ന് പാടിക്കോളാം. വാ വാ താമരപ്പെണ്ണേ നീ എൻ പുകരളല്ലേ. അപ്പോൾ ഗൈസ്, ഷുഗർ ഡയറ്റ് എടുത്തിരിക്കുന്ന അഞ്ജനയാണ് കേട്ടോ ഇത്. ആ അമ്മ അവളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം മേടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ കഴിച്ചില്ല. ഞാൻ 6 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കില്ല, മീൻസ് ഭക്ഷണം കഴിച്ചാണല്ലോ. 6 മണിക്ക് ശേഷം ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞിട്ടല്ലോ. ഷുഗർ ഡയറ്റ് ആൾ വീണ്ടും തട്ടിക്കൊണ്ടിരിക്കുകയാണ് ഐസ്ക്രീം. ഞാൻ വോയിസ് ഒക്കെ പറയുന്നുണ്ട്, പക്ഷെ ഒന്നും കേൾക്കുന്നില്ല ആ പാട്ടിൻ്റെ ശബ്ദം കൊണ്ട്. എന്തോ 60 രൂപയുടെ ഐസ്ക്രീമാണ്, എന്തോ ലാഭമല്ല നഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് പിറുപിറുത്ത് നടക്കുന്നു പോകുന്നുണ്ട് അവൾ എന്തൊക്കെയോ പറഞ്ഞിട്ട്. അപ്പോൾ അവളുടെ ഷുഗർ ഡയറ്റിൽ നിന്ന് പോയി ഗൈസ്. പരിപാടിയൊക്കെ ഉഷാറായിരുന്നു കേട്ടോ. പരിപാടിയൊക്കെ ഗംഭീരമായിരുന്നു. പ്രസിദ്ധ ചാലക്കുടി ചേച്ചിയുടെ 5 മിനിറ്റ് പോകും. പരിപാടി ഗംഭീരമായിരുന്നു. അങ്ങനെ പരിപാടിയൊക്കെ നമ്മൾ ഇതാ വീട്ടിൽ വന്ന് കയറിയേക്കാണ് ഗൈസ്. എന്താണ് ഗൈസ് ഒന്നും പറയത്തെ? അവിടെ എന്തോ പറഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞു എത്തി. ഷുഗർ ഡയറ്റുള്ള കുറേ ഐസ്ക്രീം തട്ടി വിട്ടിട്ടുണ്ട്. എന്താ ചെയ്യുക? 60 രൂപ നഷ്ടം. ഉള്ള വാൾപേപ്പർ കാണിച്ചു തരാം കേട്ടോ. കാണിച്ചിട്ട് ഞാൻ തമ്മിലായിട്ടിടും. എൻ്റെ ഇല്ലല്ലോ ഫോട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ കയറി പോവാണ്. അപ്പോൾ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.